അഡ്വക്കേറ്റ് അബിൻ വർക്കി, മണിപ്പൂരിൽ സിബിഐയുടെ കുറ്റപത്രം പറഞ്ഞത് പോലീസ് കാഴ്ചക്കാരായി നോക്കി നിന്നു മണിപ്പൂരിൽ സ്ത്രീകൾ നഗ്നരാക്കി പരേഡ് ചെയ്യപ്പെടുമ്പോൾ എന്നുള്ളതാണ്. ആ മൗനം അതേപടി ആവർത്തിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ ചരിത്രത്തിലേക്കാണ് ശ്രീ ഷാബു പ്രസാദിന് വിരൽ ചൂണ്ടാനുള്ളത്. നിങ്ങൾക്ക് പ്രതികരിക്കാനോ നിങ്ങൾക്ക് വിമർശിക്കാനോ ധാർമ്മികമായ അടിത്തറയില്ല എന്ന്. ചരിത്രം നോക്കിയാൽ ചാരിത്രം പോകുന്ന ആർക്കാണെന്നൊക്കെ ചരിത്രം മനസ്സിലാക്കുന്നവർക്കറിയാം. അപ്പോൾ വർത്തമാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വർത്തമാനം തന്നെ നമുക്ക് സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു വിഷയം പറയുമ്പോൾ ഇന്ന് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ലൈംഗിക അതിക്രമ കേസിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അത് എത്രമാത്രം നിങ്ങൾ പ്രതിരോധത്തിലാണ് എന്നുള്ളതിൻ്റെ തെളിവ് മാത്രമാണ് എന്ന് ശ്രീ ഷാബു പ്രസാദിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനിയും ചർച്ച ചെയ്യും. അതിൻ്റെ അവസാന പ്രതി പിടിക്കപ്പെടുന്നതുവരെ ചർച്ച ചെയ്യും. പക്ഷേ അതല്ല ഇന്നത്തെ പ്രശ്നം. ഇന്നത്തെ പ്രശ്നം എന്താണ്? ശ്രീ ഷാബു പ്രസാദ്, ഇത് നിങ്ങൾ നിസ്സാരമായിട്ട് എടുക്കരുത്. അതിൻ്റെ കാരണത്തോളം വീഡിയോകൾ, അതിൽ 250 സ്ത്രീകളുടെ വീഡിയോകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്നെ പരാതി കൊടുത്തിരിക്കുന്നത് JDSൻ്റെ പ്രവർത്തകരും. 68 വയസ്സുള്ള വീട്ടുവേലക്കാരിയെ റേപ്പ് ചെയ്യാൻ പിടിക്കുമ്പോൾ ആ വീട്ടുവേലക്കാരി ഈ രേവണ്ണയോട് പറയുന്നത്, ഞാൻ താങ്കളുടെ അച്ഛനും താങ്കളുടെ അപ്പൂപ്പനും വെച്ചു വിളമ്പി കൊടുത്ത ഒരു വീട്ടുവേലക്കാരിയാണ്, എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കൈകൂപ്പി അപേക്ഷിക്കുന്ന വീഡിയോ അടക്കം ചിത്രീകരിച്ച ആ സൈക്കോ ക്രിമിനൽ, അയാളെക്കുറിച്ചാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇയാൾക്ക് വോട്ട് ചെയ്താൽ അത് എനിക്കുള്ള വോട്ടാണെന്നും ഇയാളെ പാർലമെന്റിൽ വേണം എന്നും പറയുന്ന സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇദ്ദേഹം നാരീ ശക്തിയെക്കുറിച്ചാണോ ഏതെങ്കിലും നാറികളുടെ ശക്തിയെക്കുറിച്ചാണോ പറയുന്നത് എന്ന് വരെ ചിന്തിച്ചു പോകേണ്ട അവസ്ഥയുണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഇനി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വീണ്ടും പറയുന്നു, ദേവരാജ് ഗൗഡ കൊടുത്ത കത്ത്, ആ കത്തും ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അപ്പോൾ അത് ചിന്തിക്കാൻ പറ്റിയില്ല? പിന്നെ ഇത് അന്വേഷിക്കുന്നുണ്ടോ? ഇന്ന് രേവണ്ണ അറസ്റ്റിലായി സാർ. രേവണ്ണ അറസ്റ്റിലായത് BJPയുടെ ഏതെങ്കിലും ശക്തി കൊണ്ടല്ല. രേവണ്ണ അറസ്റ്റിലാവുന്നതിൻ്റെ കാരണം കർണാടക ഭരിക്കുന്നത് സിദ്ധരാമയ്യയും അതിന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് DK ശിവകുമാർ ആണ് എന്നുള്ളത് കൊണ്ടാണ് രേവണ്ണയെ അറസ്റ്റ് ചെയ്തത്. എവിടെ നിന്ന് അറസ്റ്റ് ചെയ്തതെന്നറിയോ? സാക്ഷാൽ ദേവഗൗഡയുടെ വീട്ടിൽ പോയ അറസ്റ്റ് ചെയ്ത്. അത് ഉള്ളത് അവിടെ ഒരു കരുത്തരായ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഉള്ളത് കൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് അവർ നിൽക്കട്ടെ. BJPക്ക് പ്രതിരോധം ഇല്ല എന്നുള്ളത് BJPയുടെ ഔദ്യോഗിക പ്രതിനിധി വരാത്തപ്പോൾ തന്നെ നമുക്കറിയാം. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുക, ഇവിടെ വെസ്റ്റ് ബംഗാളിൽ നടന്ന കേസിനെ കുറിച്ച് പറയാൻ സ്മൃതി ഇറാനിക്ക് നാവുണ്ട്. ഇവിടുത്തെ വനിതാ കമ്മീഷൻ അംഗം അവിടെ പോയി, വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ അവിടെ പോയി മാർച്ച് നടത്തി. BJPയുടെ നേതാക്കന്മാർ ഒന്നിനൊന്നായി പുറകെ വന്ന് അപലപിച്ചു. എന്തുകൊണ്ട് രേവണ്ണയെ കുറിച്ച് ഒരു വാക്ക് പറയാൻ നരേന്ദ്രമോദി തൊട്ട് താഴെ ശാഖയിലെ സാധാ കാര്യവാഹകന് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അതും മാത്രമല്ല, ബ്രിജ് ഭൂഷന്റെ കേസ് നമുക്കറിയാം. 6 ദേശീയ അന്തർദേശീയ താരങ്ങൾ അവർ വന്ന് പരസ്യമായി പറഞ്ഞിട്ട് ആ പ്രതിയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയെടുത്തത് BJP ആണ്. ഈ നരേന്ദ്രമോദി ഒരു വാക്കുകൊണ്ടെങ്കിലും അപലപിച്ചിട്ടുണ്ടോ? CV ആനന്ദബോസ് മകൻ സ്ഥാനാർത്ഥി അവിടെ. CV ആനന്ദബോസിനെതിരെ, ബംഗാൾ ഗവർണറായ CV ആനന്ദബോസ് മലയാളിക്കെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണം വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ബംഗാളിലെ മറ്റു വിഷയങ്ങളിൽ ഇടപെടുന്ന ദേശീയ വനിതാ കമ്മീഷനും സ്മൃതി ഇറാനിക്കും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇവിടുത്തെ സാധാ ലോക്കൽ സംഘികൾക്ക് വരെ അതിനെപ്പറ്റി ഒരു വാക്ക് പറയാൻ കിട്ടിയില്ല? അതാണ് പറയുന്നത്, നിങ്ങൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത് വ്യാജമാണ്. നിങ്ങൾ നാരി ശക്തി എന്ന് പറയുന്നത് ചില നാറികൾക്ക് ശക്തി കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു, നരേന്ദ്രമോദിയുടെ വായടഞ്ഞു പോയി സാർ. ദേശീയ മാധ്യമങ്ങൾ അത് നിങ്ങളെ പറഞ്ഞു പോകണല്ലോ മാധു. നിങ്ങൾ ഇന്ന് ഇവിടെ ചർച്ച നടത്തുന്നുണ്ട്. ഈ RSSന്റെ കാര്യാലയത്തിൽ നിന്ന് ഇട്ടുകൊടുക്കുന്ന ബിസ്ക്കറ്റ് നക്കിത്തെന്നുന്ന ചില ദേശീയ മാധ്യമങ്ങൾ, ഞാൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കും. കാരണം എന്താണെന്നറിയോ? ഈ വിഷയം ഉണ്ടായിട്ട്, ഈ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ട് അതൊന്ന് ചർച്ചയ്ക്ക് എടുത്തു വെക്കാൻ രാഹുൽ ഗാന്ധി മിണ്ടിയാൽ ചർച്ച, രാഹുൽ ഗാന്ധി മിണ്ടിയില്ലെങ്കിൽ ചർച്ച, സോണിയാഗാന്ധിയെ കുറിച്ച് ചർച്ച, ഈ ചർച്ച നടത്തുന്ന ദേശീയ മാധ്യമങ്ങൾക്ക് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ട് ഒരു ചർച്ച പോലും സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് BJPയുടെ ആണിക്കല്ലടിക്കുന്നത് ഈ വിഷയമായിരിക്കും. 1 2. ഇപ്പൊ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഇവിടെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഇന്ന് BJP ഔദ്യോഗിക പ്രതിനിധി അല്ല എങ്കിൽ പോലും ഇന്ന് CPMന് നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്ത് മറുപടി പറയാം. കാരണം JDSന്റെ കേരള ഘടകം CPMന്റെ ഘടകകക്ഷിയാണ്, LDFിലെ അംഗമാണ്. ഇല്ലെങ്കിൽ ഇന്ന് കൃഷ്ണൻകുട്ടിയും മാത്യു T തോമസും വന്നിട്ട് ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് ദേവഗൗഡ അല്ല എന്നും ഞങ്ങൾക്ക് മറ്റൊരു ദേശീയ പ്രസിഡന്റ് ഉണ്ട് എന്നും പറയട്ടെ. ഇല്ലെങ്കിൽ അവർ രാജിവെക്കട്ടെ, ഇല്ലെങ്കിൽ അവർ മറ്റൊരു പാർട്ടി പ്രഖ്യാപിക്കട്ടെ. മാസം 5 കഴിഞ്ഞു സാർ.
എന്തുകൊണ്ടാണ് BJPയുടെ ഒരു ഘടകകക്ഷി, സംഘീ ഘടകകക്ഷി, ഇത്രയും വലിയ ഗുരുതരമായ ആരോപണത്തിൽപ്പെടുന്ന ഒരു ഘടകകക്ഷിയെ LDF യോഗത്തിൽ ഇരുത്തിക്കൊണ്ട് സാക്ഷാൽ പിണറായി വിജയൻ ചായ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പങ്കിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ CPM